ആനിമൽ ടിഷ്യൂവിൽ നിന്ന് DNA ഒരു എക്സ്ട്രാക്ഷൻ കിറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ എപ്പൻട്രോഫിലേക്ക് പ്രോട്ടീനേസ് കെയും ബ്ലഡും ആഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലഡിന് പകരം ഇപ്പോൾ എന്തെങ്കിലും ആനിമൽ ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്ത് അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പ്രോട്ടീനേസ് കെയും ലൈസിസ് ബഫറും ആഡ് ചെയ്യണം. ലൈസിസ് ബഫർ എന്ന് പറയുമ്പോൾ അതിൽ NaOHഉം SDS ആണ് ഉണ്ടായിരിക്കുക. ഇതിപ്പം നമ്മൾ ബ്ലഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് എടുക്കുക, എപ്പൻട്രോഫിലേക്ക് ബ്ലഡും പ്രോട്ടീനേസ് കെയും ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, അതിലേക്ക് ബൈൻഡിങ് ബഫർ ആഡ് ചെയ്യുക, എന്നിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഐസോപ്രൊപ്പനോൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യണം. അപ്പം സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ആ സൂപ്പർനേറ്റൻ്റ് മാത്രം ബൈൻഡിങ് കോളം ട്യൂബിലേക്ക് മാറ്റുക. എന്നിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ബൈൻഡിങ് കോളം ട്യൂബിൽ സിലിക്ക മെംബ്രെയിനിൽ DNA ബൈൻഡ് ചെയ്യും. ബാക്കി എല്ലാ കമ്പൗണ്ടിനും താഴെ കളക്ഷൻ ട്യൂബിലേക്ക് വരും. അപ്പോൾ ആ കളക്ഷൻ ട്യൂബ് ഡിസ്കാർഡ് ചെയ്ത് പുതിയ കളക്ഷൻ ട്യൂബിലേക്ക് ഈ ബൈൻഡിങ് കോളം ട്യൂബ് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വാഷിംഗ് ബഫർ ആഡ് ചെയ്യുക. വാഷിംഗ് ബഫർ എന്ന് പറയുമ്പോൾ എത്തനോളാണ്. അതിനുശേഷം ഈ കളക്ഷൻ ട്യൂബ് ഡിസ്കാർഡ് ചെയ്ത് പുതിയ കളക്ഷൻ ട്യൂബ് വയ്ക്കുക. എന്നിട്ട് എല്യൂഷൻ ബഫർ ആഡ് ചെയ്യുക. എല്യൂഷൻ ബഫർ ആഡ് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പം സിലിക്ക മെംബ്രെയിനിന് ബൈൻഡ് ചെയ്ത DNA എല്യൂഷൻ ബഫറിനോട് കളക്ഷൻ ട്യൂബിലേക്ക് വരും. അത് 4 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യാം. അപ്പം ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തിയറിയും വീഡിയോയും കൂടാവുമ്പം കുറച്ചും കൂടെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.